അതുകൊണ്ട് തന്നെയാണ് ബിന്ദു കൃഷ്ണയ്ക്ക് വെള്ളാപ്പള്ളിയെ പോയി കാണുവാൻ ഒരു മടിയും ഉണ്ടാകാതിരുന്നത്. ലീഗിന്റെ അസ്വസ്ഥതകൾക്കിടയിലും ലീഗിന് ഇങ്ങനെ ഒരു അസ്വസ്ഥത ഇക്കാര്യത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ അല്ലേ? അതുകൊണ്ടാണല്ലോ യൂത്ത് ലീഗ് നേതാക്കളെ കൊണ്ട് ഇങ്ങനെ പരസ്യമായിട്ടുള്ള പ്രതികരണം സാമൂഹ്യ മാധ്യമങ്ങളിൽ ചെയ്യിക്കുന്നത്. പക്ഷേ നേരിട്ട് പറയുന്നില്ല, മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നില്ല. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നു. അത് മന്ത്രിക്കെതിരെയാണ്, മന്ത്രിക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് രമേശ് ചെന്നിത്തല തുഷാർ വെള്ളാപ്പള്ളിയെ കണ്ട സംഭവത്തിൽ. തിരുവിതാംകൂറിലെ കോൺഗ്രസ് നേതാക്കന്മാർ, അതായത് തൃശ്ശൂർ മുതൽ തെക്കോട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ആരെങ്കിലും ബിന്ദു കൃഷ്ണയെ വിമർശിച്ചോ? ശരി, ശ്രീ കെ പി ആരെങ്കിലും തൃശ്ശൂരിന് വടക്കോട്ടുള്ള ജില്ലകളിൽ ഉള്ള കോൺഗ്രസ് നേതാക്കന്മാരടക്കമാണ് വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. അപ്പൊ അത് വളരെ കൃത്യമാണ്. നവോത്ഥാന സമിതിയുടെ ചെയർമാൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ കാറിൽ കയറ്റിയത് വലിയ അബദ്ധമായി എന്ന് CPM പോലും വിലയിരുത്തിയിട്ടുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ കുറെ കാലമായി വെള്ളാപ്പള്ളി നടേശൻ നിരന്തരം ഒരു പ്രത്യേക സമൂഹത്തെ യാതൊരു അടിസ്ഥാനവുമില്ലാതെ വിമർശിച്ചു കൊണ്ടിരിക്കുകയാണ്. RV ബാബു ഒക്കെ മനസ്സിലാക്കേണ്ടത് മലപ്പുറം ജില്ലയിൽ SNDPക്ക് സ്ഥാപനങ്ങൾ നൽകുന്നില്ല എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ ഒക്കെ പറഞ്ഞത്. കഴിഞ്ഞ 10 വർഷമായിട്ട് മുസ്ലിം ലീഗ് അധികാരത്തിലില്ല, അതുകൊണ്ട് മുസ്ലിം ലീഗ് സ്ഥാപനങ്ങൾ നൽകുന്നില്ല എന്ന വിമർശനം അടിസ്ഥാനരഹിതമാണ് എന്ന് മനസ്സിലാക്കണം. SNDPക്ക് കോളേജുകൾ നൽകേണ്ടത് അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ നൽകേണ്ടത് കഴിഞ്ഞ 10 വർഷം ഇടതുപക്ഷമായിരുന്നു. അതിന്റെ പേരിൽ മുസ്ലിം ലീഗിനെയും മുസ്ലിങ്ങളെയും കുറ്റപ്പെടുത്തുന്നതിൽ എന്തർത്ഥമാണുള്ളത്? വെള്ളാപ്പള്ളി വലിയ ഹൈന്ദവ സംഘടനയുടെ നേതാവാണ് എന്ന് RV ബാബു ഇപ്പോൾ പറയുന്നു. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് സംവരണ സമുദായ മുന്നണി എന്ന് പറയുന്ന 56ഓളം സംഘടനകളുള്ള ഒരു വലിയ സമൂഹത്തിന്റെ ചെയർമാൻ ആയിരുന്നു വെള്ളാപ്പള്ളി നടേശൻ. അന്ന് അദ്ദേഹത്തോടൊപ്പം ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്? അതിന്റെ ചെയർമാൻ കുട്ടി അഹമ്മദ് കുട്ടിയായിരുന്നു, മുസ്ലിം ലീഗിന്റെ MLA. അതിന്റെ വൈസ് ചെയർമാൻ ആയതായിരുന്നു നസറുദ്ദീൻ എളമരമായിരുന്നു, കായിക്കര ശംസുദ്ദീൻ ആയിരുന്നു, ജസ്റ്റിസ് PK ശംസുദ്ദീൻ ആയിരുന്നു. ഇങ്ങനെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ കുറിച്ച് വളരെ കൃത്യമായി ധാരണയുള്ള ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. മനഃപൂർവ്വം ഒരു സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനും മനഃപൂർവ്വം ഒരു സമൂഹത്തെ പ്രതിക്കൂട്ടിലാക്കാനുമാണ് വെള്ളാപ്പള്ളി നടേശൻ മുന്നിട്ടിറങ്ങിയത്. അതുകൊണ്ട് തന്നെയാണ് മലബാറിൽ വെള്ളാപ്പള്ളിക്കെതിരായ പ്രചരണം, വെള്ളാപ്പള്ളിയും CPM തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരെയുള്ള പ്രചരണം വോട്ടർമാരിൽ നല്ല വിലയിലേറ്റുകയും LDFന്റെ അവർ ഒരുപാട് കാലമായിട്ട് കൈവശം വെച്ചു വരുന്ന സിറ്റിംഗ് സീറ്റുകൾ മുഴുവൻ നഷ്ടപ്പെടുകയും ചെയ്തത്. CPMലെ നേതാക്കൾ തന്നെ വെള്ളാപ്പള്ളിയെ ന്യായീകരിച്ചതും വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയതും LDFന് വലിയ തിരിച്ചടിയായി എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യവും അന്തരീക്ഷവും നിലനിൽക്കുമ്പോൾ ബിന്ദു കൃഷ്ണ വെള്ളാപ്പള്ളിയെ അങ്ങോട്ട് പോയി കണ്ടതിനെ കുറിച്ച് മുസ്ലിം ലീഗോ UDFിലുള്ളവരോ വിമർശനം ഉന്നയിക്കുന്നതിനെ വർഗീയമായിട്ട് കാണാൻ കഴിയില്ല. അല്ലെങ്കിൽ വലിയ ജനാധിപത്യവാദിയായ വെള്ളാപ്പള്ളി നടേശനെ കുറ്റം പറയുന്നു എന്ന നിലവിളിയിൽ ഒരർത്ഥവുമില്ല. അതിൽ ആർവിഭാവ് പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചുവല്ലോ. കേരളത്തിലെ തെക്കോട്ടുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് ഇങ്ങനെ ഒരു വിമർശനമില്ല, വടക്കോട്ടുള്ള നേതാക്കൾക്കാണ് ഈ വിമർശനം ഉള്ളത് എന്ന്. അല്ല, ഒരു വിഭാഗം നേതാക്കൾക്ക് ഈ വിമർശനമുള്ളൂ. ശ്രീ റഹ്മത്തുള്ള, വലിയ UDF വൃത്തങ്ങളിലും മതേതര ജനാധിപത്യ ചേരിയിലുമൊക്കെ വലിയ വിമർശനങ്ങൾക്ക് കാരണമാകുന്നത് എന്നതാണ് സത്യം. മുസ്ലിം ലീഗ് മാത്രമല്ല, മറ്റ് മുസ്ലിം സംഘടനകളും ഇക്കാര്യത്തിൽ ബിന്ദു കൃഷ്ണക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കണം. ശരി, ശ്രീ സിബി സത്യൻ, ഇങ്ങനെ ഈ രീതിയിലാണോ താങ്കളും കാണുന്നത്? ബിന്ദു കൃഷ്ണ വെള്ളാപ്പള്ളി നടേശനെ സന്ദർശിച്ചത് ശരിയായില്ല, ഇപ്പോൾ ചെയ്യേണ്ടാത്ത ഒരു കാര്യമായിരുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയ്ക്കെതിരെയും വിമർശനമുണ്ട്. അത് മറ്റൊരു ആംഗിളിലാണല്ലോ തുഷാർ വെള്ളാപ്പള്ളിയെ വീട്ടിൽ പോയി സന്ദർശിച്ചത്. മഞ്ജുഷ, ഇതിനകത്ത് നമ്മൾ അടിസ്ഥാനപരമായിട്ട് രാഷ്ട്രീയപരമായ വളരെ സ്ട്രിക്ട്ലി ആയിട്ടുള്ള രാഷ്ട്രീയപരമായ നിലപാടിൽ പോയി നോക്കി കാണുകയാണെങ്കിൽ ശ്രീ VD സതീശൻ കാത്തോലിക്ക ബാവയെ പോയി കണ്ടതും ശ്രീ രമേശ് ചെന്നിത്തല തുഷാർ വെള്ളാപ്പള്ളിയെ പോയി കണ്ടതും ശ്രീ ബിന്ദു കൃഷ്ണ വെള്ളാപ്പള്ളി നടേശനെ പോയി കണ്ടതും ഒഴിവാക്കേണ്ട സംഗതികളായിരുന്നു എന്നുള്ളത് തന്നെയാണ് വളരെ കൃത്യമായ അഭിപ്രായം. കാരണം ജനങ്ങളാണ്, ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ജനങ്ങളാണ് വോട്ട് ചെയ്തത്. ഭരണവിരുദ്ധ വികാരം കൊണ്ടാണ് UDF വിജയിച്ചത്. അങ്ങനെ ഭരണവിരുദ്ധ വികാരം കൊണ്ട് UDF വിജയിച്ച വിജയത്തെ
വളരെ ചെറുതാക്കി ഓരോ സംഘടനകളുടെയും സമുദായ നേതാക്കന്മാരുടെയും ഈ പറഞ്ഞ സഹായം കൊണ്ടാണ് വിജയിച്ചത് എന്ന തരത്തിലേക്ക് ഇതിനെ ചുരുക്കുക എന്നത് ജനാധിപത്യത്തിൽ അഭിലഷണീയമായ ഒരു സംഗതിയല്ല. ഇവിടെ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ ശ്രീ വി ഡി സതീശൻ കത്തോലിക്ക ബാവയെ സന്ദർശിച്ചത് ഒരു വലിയ പ്രശ്നമാകാത്തതിന് പിന്നിലുള്ള ഒരു കാരണം ആ സമുദായമോ അല്ലെങ്കിൽ ആ നേതാവോ ഈ UDF-നെതിരെ പരസ്യമായ ഒരു നിലപാടെടുത്തില്ല എന്നതിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ്. അതേസമയം വെള്ളാപ്പള്ളി നടേശനിലേക്ക് എത്തുമ്പോൾ ആ സ്ഥിതി കുറച്ചുകൂടെ മാറുന്നുണ്ട്. കാരണം രാഷ്ട്രീയപരമായിട്ട്, ഞാൻ സാമുദായികപരമായിട്ടല്ല പറയുന്നത്, രാഷ്ട്രീയപരമായിട്ട് മുസ്ലിം ലീഗിനെ വിമർശിച്ചതോ മലപ്പുറം ജില്ലയെ വിമർശിച്ചതോ അല്ല ഞാൻ സംസാരിക്കുന്നത്. ഞാൻ സംസാരിക്കുന്നത് രാഷ്ട്രീയപരമായിട്ട് LDF-ന് അനുകൂല നിലപാടെടുക്കുകയും പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുകയും അതിനു വേണ്ടിയിട്ട് പരസ്യ ആഹ്വാനം ചെയ്യുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തൊരു നേതാവാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പിന്റെ അടുത്ത ദിവസം മന്ത്രിയായി സ്ഥാനമേറ്റതിന് ശേഷം ശ്രീമതി ബിന്ദു കൃഷ്ണ പോയി കണ്ടു, അല്ലെങ്കിൽ ഈ പറഞ്ഞ താണു വണങ്ങി തിരിച്ചു വരുന്നത് ഒരു കാരണവശാലും കോൺഗ്രസിലെ അണികൾക്ക് ഒരു നല്ല സന്ദേശമല്ല കൊടുക്കുന്നത്. ഞാൻ ലീഗിനെ പറ്റിയല്ല സംസാരിക്കുന്നത്, ഞാൻ സമുദായ ഭാഗത്തെ പറ്റിയല്ല സംസാരിക്കുന്നത്. ഞാൻ പറയുന്നത് സമുദായ നേതാവ് എന്ന രീതിയിൽ തെറ്റില്ല. പക്ഷേ UDF-നെയും ലീഗിനെയും ഇത്ര ശക്തമായിട്ട് ആക്രമിച്ച ഒരാളെ പോയി കണ്ടത് അണികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി. ആ അണികളെ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. അതെ, ഞാൻ പറയുന്ന മഞ്ജുഷ, ഇതിനകത്തൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, വെള്ളാപ്പള്ളി നടേശന് ഒരു സമുദായ നേതാവ് എന്ന നിലയിൽ ഒരിക്കലും നമ്മളൊരു റിവഞ്ച് പൊളിറ്റിക്സിനെ പറ്റിയല്ല ഇവിടെ സംസാരിക്കുന്നത്. ഒരു സർക്കാർ അധികാരത്തിൽ ഏറുമ്പോൾ അതിനു മുമ്പ് തനിക്കെതിരെ പ്രവർത്തിച്ച ആൾക്കാരെ എല്ലാം ഓടിച്ചെന്ന് അവരോട് പ്രതികാരം ചെയ്യുക എന്ന് പറയുന്ന ഒന്നും ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമല്ല, അതൊന്നും ജനാധിപത്യ മര്യാദയുടെ ഭാഗമല്ല. നമ്മളെല്ലാവരും ഉൾക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. രാഷ്ട്രീയം അങ്ങോട്ടും ഇങ്ങോട്ടും എതിർക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രക്രിയ തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ പറഞ്ഞ വെള്ളാപ്പള്ളി ഇത്രയും അടിയന്തരമായി പോയി കണ്ട്, അതായത് ഒരുപക്ഷെ UDF അണികൾ ഇത്രയും ആവേശത്തിൽ നിൽക്കുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ മുൻകാലങ്ങളിൽ തോൽപ്പിക്കണമെന്ന് പറഞ്ഞ പല നേതാക്കന്മാരുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ പണ്ട് VM സുധീരനെ തോൽപ്പിക്കാൻ നടന്നിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ പണ്ട് ശ്രീ KC വേണുഗോപാലിനെ തോൽപ്പിക്കാൻ നടന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പ്രമുഖ നേതാക്കന്മാരെ തോൽപ്പിക്കാൻ നടക്കുകയും പരാജയപ്പെടുകയും ചെയ്ത ഒരാളാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളി നടേശന്റെ അതും എന്താ പറയുക, നടേശന്റെ ശക്തി കേന്ദ്രമായ ആലപ്പുഴയിലാണ് ഈ ആൾക്കാരെയൊക്കെ തോൽപ്പിക്കുമെന്ന് അദ്ദേഹം മുൻകാലങ്ങളിൽ പ്രഖ്യാപിച്ചത്. അവിടെ ഇവരെ ആരെയും തോൽപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അപ്പൊ അദ്ദേഹത്തിന് ഈ പറഞ്ഞതുപോലെ ആവശ്യത്തിലധികമുള്ള ഒരു രാഷ്ട്രീയ പ്രാധാന്യം കൽപ്പിച്ചു കൊടുക്കുകയും അദ്ദേഹത്തിന് ഇതിനൊക്കെ കഴിവുണ്ട് എന്ന് കാണിക്കുകയും ചെയ്യേണ്ട ആവശ്യവും ഉണ്ടെന്ന് സത്യം പറഞ്ഞാൽ പേഴ്സണലായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്തു പറഞ്ഞാലും ഇവിടുത്തെ ഏറ്റവും വലിയ സംഗതി എന്ന് പറയുന്നത്, നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയെ തോൽപ്പിക്കാൻ ആഹ്വാനം ചെയ്ത, നിങ്ങളുടെ ഭരണം ഒരു കാരണവശാലും നിങ്ങളെ ഭരണത്തിൽ ഏറ്റരുത് എന്ന് ആഹ്വാനം ചെയ്ത ഒരു സമുദായ നേതാവിനെ തെരഞ്ഞെടുപ്പിന് ശേഷം മന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം തൊട്ടടുത്ത് പോയി കാണുന്നത് അനഭിലഷണീയമായ ഒരു പ്രവണതയാണ്. അതുപോലെ തന്നെയാണ് ശ്രീ രമേശ് ചെന്നിത്തലയുടെ കാര്യവും. അദ്ദേഹം പോയി കണ്ടത് തുഷാർ വെള്ളാപ്പള്ളി NDAയുടെ നേതാവാണ്. അവർ തമ്മിൽ ചിലപ്പം പേഴ്സണൽ സൗഹൃദം ഉണ്ടായിരിക്കാം. ഒരു സുഹൃത്തിന്റെ വീട്ടിൽ പോകരുത് എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. പക്ഷേ എന്നാലും അത് മറ്റൊരവസരത്തിലാകാമായിരുന്നു. കാരണം ഈ പറഞ്ഞ ആൾക്കാരൊക്കെ സ്ഥാനമേറ്റിട്ട്, കാരണം തുഷാർ വെള്ളാപ്പള്ളി നടേശന്റെ മകനാണ്, SNDP-യിൽ നല്ല ശക്തി സ്വാധീനമുള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ നടത്തുന്ന കൂടിക്കാഴ്ച സൗഹൃദത്തിന്റെ പേരിൽ ചിലപ്പോൾ വായിക്കപ്പെടണമെന്നില്ല. ശ്രീ രമേശ് ചെന്നിത്തലയെ പോലുള്ള ഒരു മുതിർന്ന നേതാവ് അക്കാര്യം വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. കാരണം ഒരു കാര്യം മനസ്സിലാക്കേണ്ട, അണികൾ ആവേശത്തിൽ നിൽക്കുന്നുണ്ട്. അണികൾ ഒരു വലിയ ചരിത്ര വിജയത്തിന്റെ ആവേശത്തിലാണ്. ആ ആവേശം കെടുത്തുന്ന തരത്തിലുള്ള നടപടികൾ നേതാക്കന്മാരുടെ ഭാഗത്ത് ഉണ്ടാവുക എന്ന് പറയുന്നത് അതൊരു രാഷ്ട്രീയ പാർട്ടിക്കോ പ്രസ്ഥാനത്തിനോ അഭിലഷണീയമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.